ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ബർഗർ ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓവണൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ബർഗർ ബണ്ണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പാനാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ആ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആവണ വരെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഈ ഈസ്റ്റ് ഒന്ന് പൊന്തി വരാനായിട്ടാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 2 കപ്പോളം മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച ആ ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഇതെല്ലാം ഇടിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിന് മേളിൽ കുറച്ച് യെല്ലോയിഷ് കളറൊക്കെ വന്നേനെ. അപ്പോൾ ഇത് നമ്മൾ ഓവനിലല്ലാത്തതുകൊണ്ട് ആ ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. നോക്കിക്കേ, നല്ല സോഫ്റ്റാണ്. നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ബണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ബർഗർ ബണ്ണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.